Dear students, welcome back to the English class. Today, we are going to take the remaining part of the story, His First Flight. I think all of you have understood the first part of the story, and you know that young seagull, the central character of the story, the young seagull is alone on his ledge, and he is so hungry, he is helpless because his parents, his family had left him and moved to the another top of the rock in the sea. Okay, let's move to the next paragraph. He stepped slowly out to the brink of the ledge. He stepped slowly. He walked slowly. അവൻ സാവധാനം നടന്നു. To the brink of the ledge. The brink, the meaning of the brink that we discussed earlier. Brink, what is brink? Brink means end, അറ്റം അല്ലേ. ഹീ സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. ആ പാറക്കെട്ടിൻ്റെ മുകളിലുള്ള ആ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക്, പാറയുടെ ഫ്ലാറ്റായിട്ടുള്ള പ്ലേസിൽ പാറയുടെ മുകളിലുള്ള ആ അറ്റത്തേക്ക് അവൻ സാവധാനം നടന്നു. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്. സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ്, പാറയുടെ അറ്റത്തേക്ക് വന്നിട്ട് എന്താണ് അവൻ ചെയ്യുന്നത്? ഒരു കാലിൽ അവൻ നിന്നു. വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്. രണ്ടാമത്തെ കാല് എന്ത് ചെയ്തു? അവൻ്റെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ഒറ്റക്കാലിൽ അവൻ നിന്നു. എന്നിട്ടോ ഹി ക്ലോസ്ഡ് ഹിസ് വൺ ഐ, ഒരു കണ്ണടച്ചു. ദെൻ ദ അതർ, സാവധാനം രണ്ടാമത്തെ കണ്ണും അവൻ അടച്ചു. എന്താണ് അവൻ പ്ലാൻ ചെയ്യുന്നത്? ആൻഡ് പ്രിറ്റൻഡഡ്, എന്നിട്ട് അവൻ അഭിനയിച്ചു. പ്രിറ്റൻഡഡ് മീൻസ് ആക്റ്റഡ്. അവൻ അഭിനയിച്ചു ടു ബി ഫോളിങ് അസ്ലീപ്പ്. പാറയുടെ മുകളിൽ നിന്ന് ഉറങ്ങിക്കൊണ്ട് അറിയാതെ കടലിലേക്ക് വീണു പോവുകയാണ് എന്ത് ചെയ്തു? അവൻ അഭിനയിച്ചു. ഇതൊക്കെ ആരെ കാണിക്കാനാണ്? യെസ്, ടു ടു അട്രാക്റ്റ് ഹിസ് ഫാമിലി, ടു ഹിസ് പാരൻസ് അല്ലേ. തൻ്റെ പാരൻസിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ പാരൻസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ അഭിനയിക്കുകയാണ്. പാറയുടെ മുകളിൽ അറ്റത്ത് വന്ന് നിന്നിട്ട് അവൻ ഉറങ്ങിക്കൊണ്ട് കടലിലേക്ക് അറിയാതെ വീണു പോവുകയാണ് എന്നവൻ എന്ത് ചെയ്തു? അഭിനയിച്ചു അവൻ. കാരണം ആ കടലിൽ തന്നെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ലെഡ്ജിൽ ആരുണ്ട്? അവൻ്റെ ഫാമിലി, അവൻ്റെ പാരൻസ്, അവൻ്റെ ബ്രദേഴ്സ്, സിസ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഒന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടി, അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവനിങ്ങനെ അഭിനയം നടത്തുക. അങ്ങനെ അഭിനയം നടന്നിട്ടും സ്റ്റിൽ അങ്ങനെ ഒരു അഭിനയം നടത്തിയിട്ടും ഈവൻ ദോ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം, ഹിസ് ഫാമിലി ഡിഡ്ന്റ് നോട്ടീസ് ഹിം, ഹിസ് ഫാമിലി ഡിഡ്ന്റ് മൈൻഡ് ഹിം ഈവൻ ദോ ഹി ആക്റ്റഡ് ടു ബി ഫോളിങ് അസ്ലീപ്പ്. അവൻ ഉറങ്ങിക്കൊണ്ട് കടലിലേക്ക് വീഴാൻ പോവുകയാണെന്ന് അഭിനയിച്ചിട്ടും, അങ്ങനെ ചെയ്തിട്ട് പോലും അവൻ്റെ ഫാമിലി എന്ത് ചെയ്തില്ല? അവനെ ശ്രദ്ധിച്ചില്ല. ഹീ സോ ഹിം ടു ബ്രദേഴ്സ്, ഹീ സോ ഹിസ് ടു ബ്രദേഴ്സ്. അവൻ കണ്ടു അവൻ്റെ രണ്ട് സഹോദരന്മാരും, ആൻഡ് ഹിസ് സിസ്റ്റർ, അവൻ്റെ സഹോദരിയും, ലേയിങ് ഓൺ ദി പ്ലേറ്റു ഡോസിങ്. അവർ മറ്റൊരു പ്ലേറ്റു മീൻസ് ഉയർന്ന സ്ഥലം അല്ലേ. ഇവിടെ പാറയുടെ മുകൾ ഭാഗമാണ് പറയുന്നത്. മറ്റൊരു കടലിൽ സ്ഥിതി ചെയ്യുന്ന, കടലിൽ ലൊക്കേറ്റ് ചെയ്യുന്ന മറ്റൊരു കുത്തനെ നിൽക്കുന്ന പാറയുടെ ഫ്ലാറ്റായിട്ടുള്ള പ്ലേസ്, അതിനെയാണ് പ്ലേറ്റു, സമതലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഉയർന്ന സ്ഥലത്ത് അവൻ്റെ സഹോദരിയും അവൻ്റെ സഹോദരന്മാരും ഡോസിങ് മീൻസ് സ്ലീപ്പിംഗ്, ഉച്ചമയക്കം അല്ലെങ്കിൽ മയങ്ങുന്നതായിട്ട് അവൻ കണ്ടു. ഭക്ഷണം കഴിച്ചിട്ട് അവരിങ്ങനെ ഒരു മയക്കത്തിലാണ്. വിത്ത് ദെയർ ഹെഡ്സ് സങ്ക്, അവരുടെ അവസ്ഥ, അവൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്ററിൻ്റെയും കാര്യം പറയണം. അവർ എങ്ങനെയാണ് ഉറങ്ങുന്നത്? വിത്ത് ദെയർ ഹെഡ്സ്, അവരുടെ തലകൾ സങ്ക് മീൻസ് താഴ്ത്തിയിട്ടുണ്ട്, ഒരു ഭാഗത്തേക്ക് ചെരിച്ചിട്ടുണ്ട്. ഇൻ ടു ദെയർ നെക്സ്, അവരുടെ കഴുത്തിലേക്ക്. അവർ സങ്ക് മീൻസ് ചെരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിക്കുക, താഴ്ത്തുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവരുടെ തലകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹെഡ്സൊക്കെ കഴുത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെരിച്ചുകൊണ്ട് അവർ നല്ല മയക്കത്തിലാണ്. അങ്ങനെയുള്ള വളരെ സുഖമായിട്ട് കഴിയുന്ന അവൻ്റെ അവൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും നിരാശയോടുകൂടി അവൻ നോക്കി. ഹിസ് ഫാദർ വാസ് preening the feathers on his white back. പിന്നെ അവൻ ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണ്. വാട്ട് വാസ് ഹിസ് ഫാദർ ഡൂയിങ്? ഹിസ് ഫാദർ വാസ് preening മീൻസ് ക്ലീനിങ്, വൃത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ പിതാവ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്, അവൻ്റെ പിതാവിൻ്റെ പുറത്തുള്ള വെള്ളത്തൂവലുകളുടെ വൈറ്റ് ബാക്ക്, വെളുത്ത ശരീരത്തിൻ്റെ മുകളിൽ പുറം ഭാഗത്ത് എന്ത് ചെയ്യായിരുന്നു? പുറത്ത് ഉള്ള തൂവലുകൾ preening മീൻസ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ഓക്കെ, ഓരോരുത്തരും. അപ്പോൾ അവൻ്റെ ബ്രദേഴ്സ്, അവൻ്റെ ഹിസ് സിബ്ലിങ്സ് were dozing, and his father was engaged in cleaning his feathers on his back. പിതാവ്
പുറത്തുള്ള തൂവലുകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ഓൺലി ഹിസ് മദർ ലുക്ക്ഡ് അറ്റ് ഹിം. അവൻ്റെ അമ്മ മാത്രമാണ് അവനെ നോക്കിയത്, ശ്രദ്ധിച്ചത്. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംബ് ഓൺ ദ പ്ലേറ്റോ, ഹെർ വൈറ്റ് ബ്രസ്റ്റ് ഡ്രസ് ഫോർവേഡ്. ഹൂ ഈസ് ഷീ ഹിയർ? യങ് സീഗൾസ് മദർ. യങ് സീഗളിൻ്റെ അമ്മ. ഷീ വാസ് സ്റ്റാൻഡിങ്, അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഓൺ എ ലിറ്റിൽ ഹൈ ഹംബ്. ഹംബ് മീൻസ് കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലം. അവർ നിൽക്കുന്ന ഫാമിലി, യങ് സീഗളിൻ്റെ ഫാമിലി നിൽക്കുന്ന പാറയുടെ മുകളിൽ എന്തുണ്ട്, ഒരു ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഹംബ് എന്ന് പറയുന്നത് നമ്മൾ റോഡിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഹംബ്. അത് ശരിക്കും നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഹംബ്, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ആ ഒരു ഹംബ്, അല്ലെങ്കിൽ അമ്പല്ല, ഹംബാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഉയർന്ന സ്ഥലത്ത്, ആ പ്ലാറ്റോയിലുള്ള പാറയുടെ മുകളിലുള്ള ലെഡ്ജിലുള്ള ഒരു ഉയർന്ന സ്ഥലത്ത് അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. ഹെർ വൈറ്റ് ബ്രസ്റ്റ്, ഹെർ വൈറ്റ് ചെസ്റ്റ്, ബ്രസ്റ്റ് മീൻസ് ചെസ്റ്റ്, അത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രസ്റ്റ് ഫോർവേഡ്. ട്രസ്റ്റ് മീൻസ് പ്രൊജക്റ്റ്, തള്ളി നിൽക്കുക, പ്രൊജക്റ്റ് ചെയ്യുക എന്നാണ്. ഫോർവേഡ് മീൻസ് മുന്നോട്ട് തള്ളി നിൽക്കുന്നുണ്ട് എന്നാണ്. ഇവിടെ ഹിയർ വി ക്യാൻ സേ ദ ഓതർ മെയ്ഡ് എ കീൻ ഒബ്സർവേഷൻ റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ സ്വഭാവം, അല്ലെങ്കിൽ പക്ഷികളുടെ ആ ഒരു വേ ഓഫ് ലൈഫ്, ജീവിത രീതി, അല്ലെങ്കിൽ ആ ഒരു നാച്ചർ, പക്ഷികളുടെ അതൊക്കെ മുഴുവനായിട്ടും വളരെ കീനായിട്ടുള്ള, മൈന്യൂട്ടായിട്ടുള്ളൊരു നിരീക്ഷണം ആര് നടത്തിയിട്ടുണ്ട്, ഓതർ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ റൈറ്റർ നടത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, നമുക്കിവിടെ പറയാൻ വേണമെങ്കിൽ അല്ലേ. അങ്ങനെയുള്ള, കാരണം ഇത് നമുക്ക് ഈ കഥയിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷികളെക്കുറിച്ച്, ബേർഡ്സിനെ കുറിച്ചിട്ട്, സീഗൾസിനെ കുറിച്ചിട്ട് അവരുടെ ഭക്ഷണ രീതിയും അല്ലെങ്കിൽ അവർ പറക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ മൈന്യൂട്ടായിട്ട്, ഡീപ്പായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എനിവേ, കം ടു ദ പോയിന്റ്. നൗ ആൻഡ് എഗെയിൻ. നൗ ആൻഡ് എഗെയിൻ മീൻസ് സംടൈംസ്, ഇടയ്ക്കിടക്ക്. ഷീറ്റോർ, അമ്മയെക്കുറിച്ചിട്ട് തന്നെ പറയും. ഇതൊക്കെ ആര് നിരീക്ഷിക്കുകയാണ്, ആര് ഒബ്സർവ് ചെയ്യുന്നുണ്ട്? യങ് സീകൾ, എന്താ പറയുക, വളരെ വിശന്നിരിക്കുന്ന യങ് സീകൾ ഇതൊക്കെ ദൂരെ നിന്നിട്ട് എന്താ പറയുക, നിരീക്ഷിക്കുകയാണ്, ഒബ്സർവ് ചെയ്യുകയാണ്. ഷീറ്റോർ, ടോർ മീൻസ് സെപ്പറേറ്റഡ് എന്നാണ്, വേർപ്പെടുത്തുക എന്നാണ്. സെപ്പറേറ്റഡ്, വേർപ്പെടുത്തി. ഷീറ്റോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ്. അമ്മ ചെയ്യുന്നത് കാണുകയാണ്. ആ യങ് സീകൾ നോക്കിക്കാണാനേ എന്താ പറയുള്ളൂ, അവസരമുള്ളൂ, കിട്ടാൻ ഒരു മാർഗ്ഗമില്ല. ഷീറ്റോർ, അമ്മ കൊത്തിപ്പറിച്ചു. അങ്ങനെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷികളൊക്കെ കൊത്തിപ്പറിക്കാണല്ലോ ചെയ്യുക ഭക്ഷണം, അല്ലേ. ഷീറ്റോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ്. ആ യങ് സീകളിൻ്റെ അമ്മയുടെ കാൽ കീഴിൽ കിടക്കുന്ന മത്സ്യത്തിൻ്റെ കഷ്ണം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കൊത്തിപ്പറിക്കുന്നുണ്ട്, അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ സ്ക്രാപ്പ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്രേപ്പ്ഡ് ആണ് പ്രൊനൗൺസിയേഷൻ. സ്ക്രേപ്പ് പറഞ്ഞാൽ റബ്ബ്, ഉരസുന്നുണ്ട്. ഒന്ന് ഭക്ഷണം ഒന്ന് കൊത്തിപ്പറിക്കും, എന്നിട്ട് സ്ക്രേപ്പ് ചെയ്യുന്നുണ്ട്. എന്ത്, ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക്, അമ്മയുടെ ആ പക്ഷിയുടെ ചുണ്ടിൻ്റെ ഓരോ വശവും. ഓൺ ദ റോക്ക്, എവിടെ, പാറയുടെ മുകളിൽ. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ കോഴികളും ഒക്കെ, അല്ലെങ്കിൽ പിന്നെ പക്ഷികളൊക്കെ കഴിക്കുന്ന ഒരു രീതി അങ്ങനെയാണ്. കുറച്ച് നേരം എന്ത് ചെയ്യും, ഇങ്ങനെ കൊത്തിപ്പറിക്കും, കൊത്തി തിന്നും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനുശേഷം കൊക്ക് എന്ത് ചെയ്യും, ചുണ്ടുകൾ എന്ത് ചെയ്യും, പിന്നെ പാറയുടെ അല്ലെങ്കിൽ കല്ലിൻ്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ റബ്ബ് ചെയ്യും. ആ ഒരു രീതിയാണ്, ആ ഒരു വേ ഓഫ് ഈറ്റിംഗ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ, അപ്പോൾ തൻ്റെ കാൽ കീഴിലുള്ള മത്സ്യക്കഷ്ണം അതിങ്ങനെ കൊത്തിപ്പറിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക്. ദെൻ സ്ക്രേപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക്. പാറയുടെ മുകളിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ പക്ഷിയുടെ ചുണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും കഴിക്കുന്നുണ്ട്. ആ ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. ഈ ഒരു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ലേ, ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. ആ അമ്മയുടെ കാൽ കീഴിൽ കിടക്കുന്ന മത്സ്യക്കഷ്ണം കണ്ടപ്പോൾ, ആ ഒരു ഭക്ഷണത്തിൻ്റെ കാഴ്ച കണ്ടപ്പോൾ, മാഡൻഡ് ഹിം, ആ കാഴ്ച എന്ത് ചെയ്തു, ആ യങ് സീകളിനെ ഭ്രാന്തനാക്കി. ഹൗ ഹി ലവ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ, അല്ലേ. അവൻ്റെ പാരൻസിൻ്റെ കൂടെ ജീവിച്ചിരുന്ന സമയത്ത് ഈ ഭക്ഷണത്തിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല, ഭക്ഷണത്തിൻ്റെ വില അറിയില്ല, ഭക്ഷണത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അറിയില്ല. കാരണം നമുക്ക് സുലഭമായി കിട്ടുന്ന ഭക്ഷണം ഇപ്പം നമുക്ക് എല്ലാവർക്കും സുലഭമായി കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഭക്ഷണം നമ്മളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലും നിലത്ത് വീണാലും നമ്മളതെടുത്ത് കഴിക്കൂല, നമ്മളത് മൈൻഡ് ചെയ്യൂല. പക്ഷേ നല്ലൊരു മെസ്സേജാണ് നമുക്ക് ഈ ചാപ്റ്റർ നൽകുന്നത്, ഈ സ്റ്റോറി നൽകുന്നത്. പക്ഷേ ഈ ഭക്ഷണം തീരെ കിട്ടാതെ വിശന്ന് വലഞ്ഞു നിൽക്കുന്ന യങ് സീകൾ എന്ത് ചെയ്തു, ഭക്ഷണത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അറിയാം. അതുകൊണ്ട് ഭക്ഷണ കാഴ്ച കണ്ടപ്പോൾ തന്നെ ആ ഒരു വിശപ്പ് കൊണ്ട് എന്ത് ചെയ്തു, ആ ഭക്ഷണം അവനെ ഭ്രാന്തനാക്കി.
ആ കാഴ്ച അവനെ ഭ്രാന്തനാക്കി. ഹൗ ഹീ ലവ്ഡ്, അവൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടതാണ്. ടു ടിയർ ഫുഡ് ദാറ്റ് വേ, അമ്മ ചെയ്യുന്നത് പോലെ ആ ഭക്ഷണം അങ്ങനെ കൊത്തിപ്പറിച്ച് കഴിക്കാൻ അവൻ എത്രമാത്രം താല്പര്യപ്പെട്ടതാണ്. എങ്ങനെ സ്ക്രേപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ, അവൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ അവൻ്റെ ചുണ്ടുകളും അവൻ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക വൃത്തിയാക്കിക്കൊണ്ട് ടു വെറ്റിറ്റ്, അതിനെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി കഴിക്കുന്നത് ഒന്നും കൂടിയും ചുണ്ടുകളിലൊക്കെ ഉള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ കളഞ്ഞിട്ട് വീണ്ടും അതിനൊന്ന് മൂർച്ച കൂട്ടിയിട്ട് എന്താ പറയുക വീണ്ടും കഴിക്കാൻ അവൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു അവന്. ഹി അട്ടേർഡ് എ ലോ കാക്കൽ, അവനുണ്ടാക്കി. ഹട്ടേഡ് എന്നാൽ അവനുണ്ടാക്കി. ഹി മെയ്ഡ് എ ലോ കാക്കൽ, ഒരു പതിഞ്ഞ ഒരു കരച്ചിൽ, ശബ്ദം കുറഞ്ഞ ഒരു കരച്ചിൽ അവൻ ഉണ്ടാക്കി. അട്ടേഡ് മീൻസ് ഉച്ചരിച്ചു അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കി എന്നൊക്കെയാണ്. ഹിസ് മദർ കാക്കിൾഡ് ടു, ഈ കരച്ചിൽ അമ്മ കേട്ടപ്പോൾ അവൻ്റെ അമ്മയും എന്ത് ചെയ്തു? കാക്കിൾഡ് ടു, അവൻ്റെ അമ്മയും എന്ത് ചെയ്തു? തിരിച്ച് കരഞ്ഞു, തിരിച്ച് ശബ്ദമുണ്ടാക്കി. കാക്കിൾ എന്നൊക്കെ പറയുന്നത് സൗണ്ട് ഓഫ് ബേർഡ്സ് ആണ് കേട്ടോ. ആൻഡ് ലുക്ഡ് അറ്റ് ഹിം, വീണ്ടും എന്ത് ചെയ്തു? അവനെ അമ്മ നോക്കി. Ga, 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 he cried. Crying sound of the young seagull. Crying sound of the bird. He cried. Young seagull cried. Why he cried? Begging her to bring him over some food. അമ്മയോട് യാചിച്ചുകൊണ്ടാണ് കരഞ്ഞത്. യാചനയായിരുന്നു ആ കരച്ചിലുണ്ടായിരുന്നത്. എന്ത്? ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്, അവന് കുറച്ച് ഭക്ഷണം കൊടുക്കണമെന്നുള്ള യാചനയുടെ കരച്ചിലായിരുന്നു അവൻ നടത്തിയത്. ഗൗലുവ, ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി ഇൻ ഇമിറ്റേഷൻ ഓഫ് ദ യങ് സീഗൾസ് ക്രൈങ്. യങ് സീകളിൻ്റെ കരച്ചിലിന് അനുകരിച്ചുകൊണ്ട് ഷീ സ്ക്രീംഡ് ബാക്ക്. സ്ക്രീംഡ് മീൻസ് ക്രൈഡ്, മെയ്ഡ് സൗണ്ട്. ഇവിടെ കരയുക എന്ന് പറയുമ്പോൾ മേക്കിംഗ് സൗണ്ടാണ്, ശബ്ദമുണ്ടാക്കുക. അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ കരച്ചിൽ അതല്ല കേട്ടോ. ക്രൈയിങ് സൗണ്ട് ഓഫ് ദ സൗണ്ട്സ് ഓഫ് ദ ബേർഡ്സ് ആണ്, പക്ഷികളുടെ സീഗൾസ് ഉണ്ടാക്കുന്ന ശബ്ദമാണത്. അത് കമ്മ്യൂണിക്കേഷനാണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഷീ സ്ക്രീംഡ്, അതായത് യങ് സീകൾ ശരിക്കൂടെ കരഞ്ഞിട്ടുണ്ട്. എന്തിന്? ടു ബ്രിങ് ഹിം സം ഫുഡ്, ഭക്ഷണം കൊടുക്കാനുള്ളൊരു യാചനയായിരുന്നു ആ കരച്ചിലുണ്ടായിരുന്നത്. അത് സങ്കടത്തിന് കരച്ചിൽ തന്നെയാണ്. ഷീ സ്ക്രീംഡ്, അപ്പോൾ യങ് സീകൾ കരഞ്ഞപ്പോൾ ഷീ മദർ സ്ക്രീംഡ് ബാക്ക്, തിരിച്ച് കരഞ്ഞു. മോക്കിംഗ്ലി, ഇൻ ഇമിറ്റേഷൻ, അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. തിരിച്ച് ശബ്ദമുണ്ടാക്കി ആര്? യങ് സീഗൾസ് മദർ. ബട്ട് ഹീ കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി, പക്ഷേ അങ്ങനെ കളിയാക്കിയിട്ട് പോലും ഹീ കെപ്റ്റ് കോളിംഗ് മീൻസ് ഹീ കോൾഡ്, യങ് സീഗൾ കോൾഡ് ഹിസ് മദർ കണ്ടിന്യൂസ്ലി. കെപ്റ്റ് കോളിംഗ് എന്ന് പറഞ്ഞാൽ വിളിച്ചു കൊണ്ടേയിരുന്നു എന്നാണ്. കെപ്റ്റ് കോളിംഗ്. ബട്ട് ഹീ കെപ്റ്റ് കോളിംഗ്, യങ് സീഗൾ വിളിച്ചു കൊണ്ടേയിരുന്നു. പ്ലെയിൻറ്റീവ്ലി, സാഡ്ലി, ദുഃഖത്തോടുകൂടി. ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ, ഒരു മിനിറ്റിന്, ഏകദേശം ഒരു മിനിറ്റ് ആയതിനു ശേഷം, ഹി അട്ടേർഡ്, സങ്കടത്തോടുകൂടി യാചിച്ചുകൊണ്ട്, ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് കരഞ്ഞിരുന്ന യങ് സീകൾ എന്ത് ചെയ്തു? ഹി അട്ടേർഡ്, ഹി മെയ്ഡ്, യങ് സീകൾ ഉണ്ടാക്കി എ ജോയ്ഫുൾ സ്ക്രീം, എ ഹാപ്പി സ്ക്രീം, എ ഹാപ്പി സൗണ്ട്. സന്തോഷകരമായിട്ടുള്ള ഒരു കരച്ചിലാണ്, ഒരു ശബ്ദമാണ് യങ് സീകൾ പിന്നെ ഉണ്ടാക്കിയത്. അതുവരെ അമ്മയെ കണ്ടപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് സങ്കടത്തോടുകൂടി കരഞ്ഞ യങ് സീകൾ പിന്നെ ഹി മെയ്ഡ് എ ഹാപ്പി ഷൗട്ടിങ്, എ ഹാപ്പി സൗണ്ട്, സന്തോഷകരമായൊരു ശബ്ദമുണ്ടാക്കി. എന്താ കാരണം? ഹിസ് മദർ, അത് തന്നെ, ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ്. യങ് സീകൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ കാഴ്ച. എന്ത്? ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ്, അകലെയുള്ള അവൻ്റെ അമ്മ ഹാഡ് പിക്ഡ് അപ്പ്, അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു എ പീസ് ഓഫ് ഫിഷ്, ഒരു മത്സ്യക്കഷ്ണം. ആൻഡ് വാസ് ഫ്ലൈയിങ്, എന്നിട്ട് അമ്മ പറന്നു വരുന്നുണ്ടായിരുന്നു എക്രോസ് ടു ഹിം, യങ് സീകളിൻ്റെ അടുത്തേക്ക് വിത്തിട്ട് ആ മത്സ്യക്കഷ്ണവുമായിട്ട്. ഇത് കണ്ടപ്പോഴാണ് ആര് സന്തോഷിച്ചത്? യങ് സീകൾ സന്തോഷിച്ചത്. ഹീ ലീൻഡ് ഔട്ട് ഈഗർലി, യങ് സീകൾ റീച്ച്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ റോക്ക്, ആ പാറയുടെ മുകളിൽ അറ്റത്തേക്ക് വന്നു നിന്നു, മേടിക്കാൻ തയ്യാറായിക്കൊണ്ട്. ഹീ ലീൻഡ് ഔട്ട്, അവൻ എന്ത് ചെയ്തു? ഹി ബെൻഡ്, അവൻ കുനിഞ്ഞു നിന്നു. ഈഗർലി, മാക്സിമം അവന് വരാൻ പറ്റുന്ന, പാറയുടെ അറ്റത്തേക്ക് വരാൻ പറ്റുന്ന അത്രക്കും അവൻ വന്നു. അതാണ് ഈഗർലി മീൻസ് വെരി ക്യൂരിയസ്ലി, വളരെ അതീവമായ താല്പര്യത്തോടെ, ആകാംക്ഷയോടെ അവൻ മുന്നോട്ട് കുനിഞ്ഞു നിന്നു. ടാപ്പിംഗ് ദ റോക്ക്, അവന് റെഡിയാണ്, ഫിസിക്കലി മെൻ്റലി റെഡി ആവുകയാണ്. ടു റിസീവ് ഫുഡ്, ഭക്ഷണം കിട്ടാൻ വേണ്ടി, റിസീവ് ചെയ്യാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി. എങ്ങനെയാണ് അവൻ നിന്നത്? ടാപ്പിംഗ് ദ റോക്ക്, ഹിറ്റിംഗ് ദ റോക്ക്, പാറയിലിങ്ങനെ തട്ടുന്നുണ്ട്. വിത്ത് ഹിസ് ഫീറ്റ്, തൻ്റെ കാലുകളെ കൊണ്ട് പാറയിലിങ്ങനെ തട്ടുന്നുണ്ട് അവന്. എന്തിന്? ട്രൈയിങ്, ശ്രമിച്ചുകൊണ്ട്. ടു ഗെറ്റ് നിയറർ ടു ഹെർ,
അമ്മയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ആസ് ഷീ ഫ്ലൂ അക്രോസ്, അമ്മ അവൻ്റെ എതിര് പറന്നു വരുമ്പോൾ പറക്കാൻ അവന് പേടിയാണ്. പക്ഷേ മാക്സിമം നമ്മളിപ്പോൾ പിന്നെ സ്പോർട്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, റിലേ മത്സരത്തിലൊക്കെ ബാറ്റൻ മേടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ റെഡിയായി നിൽക്കുന്നത് പോലെ എന്ത് ചെയ്യാണ് ഇവിടെ യങ് സീകൾ മാക്സിമം ആസ് സൂൺ ആസ് പോസിബിൾ അമ്മ അടുത്തേക്ക് വരുന്ന നിമിഷം തന്നെ അമ്മയുടെ അടുത്ത് നിന്ന് ആ ഭക്ഷണം മേടിക്കാൻ വേണ്ടി അവൻ കാലുകളെ കൊണ്ട് റെഡിയായിട്ട് അവൻ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. പക്ഷേ സംഭവിച്ചതെന്താ? വെൻ ഷി വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം, വെൻ ഹിസ് മദർ റീച്ച്ഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം, ആ യങ് സീകളിൻ്റെ അമ്മ യങ് സീകളിൻ്റെ തൊട്ട് എതിർവശത്ത് തൊട്ട് മുമ്പിലെത്തിയപ്പോൾ എവിടെ എത്തിയപ്പോൾ എബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജ്, യങ് സീകൾ നിൽക്കുന്ന ആ ലെഡ്ജിൻ്റെ എതിർവശത്ത്, എബ്രസ്റ്റ് പറഞ്ഞാൽ നിയർ ബൈ, സമീപം അല്ലെങ്കിൽ അരികിൽ എത്തിയപ്പോൾ ഷീ ഹാൾട്ടഡ്, ഷീ സ്റ്റോപ്ഡ്, യങ് സീകളിൻ്റെ അമ്മ അവിടെ നിന്നു. ഷീ സ്റ്റോപ്ഡ്, ഹെർ ലെഗ്സ്, വായുവിലാണ് നിന്നിട്ടുള്ളത്, അതാണ് പറയുന്നത്. ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിംബ്, അവളുടെ കാലുകൾ ഹാങ്ങിങ് ലിംബ്, എന്താ പറയുക, ഈ മുടന്തായതുപോലെ കാലുകൾക്ക് സ്വാധീനമില്ലാതെ എന്താ പറയുക, മുടന്തായതുപോലെ കാലുകൾ ഇങ്ങനെ വായുവിൽ തൂങ്ങി നിന്നു. ഹെർ വിങ്സ് മോഷൻലെസ്, അവരുടെ ചിറകുകൾക്ക് അനക്കമില്ലാതെ, മോഷൻലെസ് മീൻസ് എന്താ പറയുക, മൂവ്മെൻ്റ് ഇല്ലാതെ, ചിറകുകൾക്ക് അനക്കമില്ലാതെ നിന്നു. എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ? അല്ല, വായുവിലിങ്ങനെ ഹെലികോപ്റ്ററൊക്കെ നിൽക്കുന്നത് പോലെ യങ് സീകളിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ യങ് സീകളിൻ്റെ അടുത്തേക്ക് എത്താതെ, അതായത് ശരിക്കും ഷീ ഡെഡിൻ്റെ ലാൻഡ് ഓൺ ദ റോക്ക്, യങ് സീകളിൻ്റെ അടുത്തേക്ക് പാറയിലേക്ക് ആരും ഇറങ്ങിയില്ല, യങ് സീകളിൻ്റെ അമ്മ ഇറങ്ങിയില്ല. പകരം ജസ്റ്റ് ഓപ്പോസിറ്റ് എത്തിയപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ യങ് സീകളിന് കിട്ടില്ല, പക്ഷെ എന്നാൽ പറന്നു കഴിഞ്ഞ് ചാടിക്കഴിഞ്ഞാൽ കിട്ടുമ്പോൾ ഭക്ഷണം, ആ ഒരു രീതിയിൽ വായുവിലാണ് ആര് നിന്നത്? യങ് സീകളിൻ്റെ അമ്മ നിന്നത്. ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക്, അപ്പോൾ ചിറകുകൾ അനക്കാതെ, ചിറകടിക്കാതെ കാലുകൾ തൂക്കിയിട്ടുകൊണ്ട് അമ്മ അവിടെ നിന്നു, ഇവൻ്റെ സമീപം, ഇവൻ്റെ വായുവിൽ നിന്നു. ഷീ സ്റ്റുഡ് ഇൻ എയർ, ഷീ ഡിഡിൻ ഗീവ് ഫുഡ് ടു യങ് സീകൾ, യങ് സീകളിന് ഭക്ഷണം കൊടുത്തോ? ഇല്ല, ഒരിക്കലുമില്ല. ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക്, പക്ഷേ അമ്മയുടെ ചുണ്ടിൽ എന്തുണ്ട്? മത്സ്യക്കഷ്ണമുണ്ട്. ആ മത്സ്യക്കഷ്ണം ഓൾമോസ്റ്റ് ഏറെക്കുറെ വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്, വിത്തിൻ റീച്ച്, ക്ലോസ് ഇനഫ് ടു ഗെറ്റ് എന്നാണ് അർത്ഥം. വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്, അവൻ്റെ ചുണ്ടിലേക്ക് എത്താനുള്ള ആ ഒരു ഏകദേശം പരിധിക്കുള്ളിലാണ്, ഏറെക്കുറെ പരിധിക്കുള്ളിലാണ്. വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്, അമ്മയുടെ ചുണ്ടിലുള്ള മത്സ്യകഷ്ണം അവൻ്റെ ചുണ്ടിലേക്ക് എത്താൻ ഏറെക്കുറെ അടുത്താണ്. പക്ഷെ എന്ത് ചെയ്യണം? ഹി ഹാസ് ടു മേക്ക് എ ജമ്പ്, ഹി ഹാസ് ടു മേക്ക് എ ഡൈവിങ്, ഒരു ഡൈവ് ചെയ്യണം, പറക്കണം, എന്നാലേ കിട്ടുള്ളൂ. ആ ഒരു രീതിയിലാണ് യങ് സീകളിൻ്റെ അമ്മ നിൽക്കുന്നത്. He waited a moment in surprise, wondering why she did not come nearer. And then, maddened by hunger, he dived at the fish. Young seagull waited a moment in surprise. Young seagull അത്ഭുതത്തോടുകൂടി ഒരു നിമിഷം കാത്തിരുന്നു. Young seagull was so happy. We saw that, അല്ലേ? കാരണം അമ്മ ഫുഡ് കൊണ്ടുവരുന്നത് കണ്ടിട്ട് അവൻ വളരെയധികം സന്തോഷിച്ചു. അവൻ വിചാരിച്ചതെന്താ? He thought that he would be given food. ഭക്ഷണം ഇപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുന്നു. പക്ഷേ അമ്മ എന്ത് ചെയ്തു? യങ് സീകളിൻ്റെ മദർ ഭക്ഷണം കൊടുക്കാതെ എയറിൽ അങ്ങനെ നിന്നു. ഓക്കെ, അതുകൊണ്ട് ഒരു നിമിഷം അവൻ സർപ്രൈസ് മീൻസ് സർപ്രൈസിംഗ്ലി, അത്ഭുതത്തോടുകൂടി അവൻ കാത്തിരുന്നു. വണ്ടറിങ്, അത്ഭുതപ്പെട്ടുകൊണ്ട്. വൈ ഷി ഡിഡ് നോട്ട് കം നിയറർ, എന്തുകൊണ്ടാണ് അമ്മ അടുത്തേക്ക് വരാത്തത്? ആൻഡ് ദെൻ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അത്ഭുതത്തോടുകൂടി അവൻ ഒരു നിമിഷം കാത്തുനിന്നു. ആൻഡ് ദെൻ, പിന്നീട് അവൻ ഹി ഡിഡിൻ വെയിറ്റ് ഫോർ എ സെക്കൻഡ് തോട്ട്, പിന്നെ അവൻ കാത്തുനിന്നില്ല. ദെൻ മാഡൻഡ് ബൈ ഹങ്കർ, വിശപ്പ് കൊണ്ട് ഭ്രാന്തനായ യങ് സീകൾ എന്ത് ചെയ്തു? ഒന്നും നോക്കിയില്ല. പിന്നെ അതുവരെ അവൻ ചിന്തിച്ചത് എന്തായിരുന്നു? അവൻ്റെ പേടി എന്തായിരുന്നു? എനിക്ക് പറക്കാൻ കഴിയില്ല, ഞാൻ പറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മൈ വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് മീ, എൻ്റെ ചിറകുകൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ല, ഞാൻ കടലിലേക്ക് വീണ് പോകും എന്നൊക്കെയായിരുന്നു. പക്ഷേ ആ വിശപ്പിൻ്റെ ശക്തി കൊണ്ട് അവനൊന്നും ആലോചിച്ചില്ല. ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്, വായുവിൽ നിൽക്കുന്ന അമ്മയുടെ ചുണ്ടിലുള്ള മത്സ്യകഷ്ണത്തിന് നേരെ അവൻ ചാടി. ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. അമ്മ എന്താ ചെയ്തത്? വിത്ത് എ ലൗഡ് സ്ക്രീം, വിത്ത് എ ലൗഡ് നോയ്സ്, വലിയൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഹീ ഫെൽ ഔട്ട്വേർഡ്സ്, ചാടിയ ഉടനെ അവൻ എന്ത് ചെയ്തു? പുറത്തേക്ക് വീണു. ഹീ ഫെൽ ഔട്ട്വേർഡ്സ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. കാരണം ഇതുവരെ പേടിച്ച് വിറച്ച് അവൻ പാറയുടെ മുകളിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? ഭക്ഷണം കൊണ്ട് വിശപ്പ് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നതുകൊണ്ട് ആ ഒരു സാഹചര്യം അവനെ ആ പാറയുടെ മുകളിൽ നിന്നും ചാടാൻ അവനെ പ്രേരിപ്പിച്ചു.
അവൻ എന്ത് ചെയ്തു? വിത്ത് എ ലൗഡ് സ്ക്രീം, വലിയ ഉച്ചത്തിലുള്ള സ്ക്രീം മീൻസ് ക്രൈം, കരച്ചിലോടുകൂടി ഹീ ഫെൽ ഔട്ട് വേർഡ്സ്, അവൻ പുറത്തേക്ക് ചാടി യങ് സീകൾ. ആൻഡ് ഡൗൺ വേർഡ്സ് ഇൻ ടു സ്പേസ്, പുറത്തേക്ക് അങ്ങോട്ട് ചാടി ഉടനെ തന്നെ താഴേക്ക്, ഡൗൺ വേർഡ് പറഞ്ഞാൽ ബിലോ, താഴേക്ക് അവൻ ഇൻ ടു സ്പേസ്, ശൂന്യതയിലേക്ക് താഴേക്ക് വരാൻ തുടങ്ങി. ഹിസ് മദർ, ഭക്ഷണം കിട്ടിയോ? ഇല്ല. അവൻ എന്ത് ചെയ്തു? അമ്മയുടെ ചുണ്ടിലുള്ള ഭക്ഷണം നേരെ ലക്ഷ്യമാക്കി ചാടിയതോടുകൂടി ആ സമയത്ത് അമ്മ എന്ത് ചെയ്തതറിയോ? ഹിസ് മദർ ഹാഡ് സ്യൂപ്ഡ് മീൻസ് ഫ്ലോൺ, ഫ്ലോൺ, V1 V2 V3 നിങ്ങൾ എഴുതുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹിസ് മദർ ഹാഡ് സ്യൂപ്ഡ്, ഇവൻ ചാടിയ ആ നിമിഷം അവൻ്റെ അമ്മ പറന്നിട്ടുണ്ടായിരുന്നു അപ്വേർഡ്സ്, ഇവനെയും കവർ ചെയ്ത് മുകളിലേക്ക് പറന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഷീ ഹാഡ് പ്ലാൻ സംതിങ്. ഈ യങ് സീകളിൻ്റെ അമ്മ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വായുവിൽ വന്ന് നിന്നതും ഭക്ഷണം കൊടുക്കാതിരുന്നതും ഒക്കെ അല്ലേ. ആക്ച്വലി ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് മോട്ടിവേഷൻ, വി ക്യാൻ സേ ദാറ്റ് അല്ലേ. ഇതൊരു തരത്തിലുള്ളൊരു മോട്ടിവേഷനാണ്, ഒരു പ്രചോദനമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്ത്? ലെറ്റ് ഹിം ഹംഗ്രി ഫസ്റ്റ് ആൻഡ് ദെൻ ഫോഴ്സ്ഡ് ഹിം ടു ഫ്ലൈ. ആദ്യം പട്ടിണിക്കിടുക, വിശന്ന് വലഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം വേണ്ടി വരും, അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവരിക അല്ലേ. ആ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവനെ പറക്കാൻ വേണ്ടിയിട്ട് അവനെ പ്രേരിപ്പിക്കുക. ഇതൊരു മോട്ടിവേഷനും കൂടിയാണ്, പണിഷ്മെൻ്റാണ്, മോട്ടിവേഷനും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അവൻ്റെ അമ്മ എന്ത് ചെയ്തു? അവൻ മുകളിലേക്ക് പറന്നുപോയി. ആസ് ഹി പാസ്ഡ് ബിനീത്ത് ഹർ, അവൻ അമ്മയുടെ താഴെയിലൂടെ കടന്നു പോയപ്പോൾ, അമ്മയുടെ തൊട്ട് താഴത്തു കൂടെ അവൻ താഴേക്ക് കടന്നു പോയപ്പോൾ ഹീ ഹേർഡ്, അവൻ കേട്ടു ദ സിഷ് ഓഫ് ഹർ വിങ്സ്. സിഷ് പറഞ്ഞാൽ ഫ്ലട്ടറിങ്, ചിറകടി ശബ്ദം, അമ്മയുടെ ചിറകുകൾ അടിക്കുന്ന ശബ്ദം അവൻ കേട്ടു. ദെൻ അറ്റ് ദാറ്റ് ടൈം, അന്നേരം എ മോൺസ്ട്രസ് ടെറർ, എ ഫ്രൈറ്റനിങ് ടെറർ, ഭയപ്പെടുത്തുന്ന ഭീമാകാരമായ ടെറർ മീൻസ് ഫിയർ, ഭയം, പേടി, എന്താ പറയുക, മോൺസ്ട്രസ് ടെറർ, ഭീമാകാരമായ അല്ലെങ്കിൽ പൈശാചികമായ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഭയം എന്ത് ചെയ്തു? മീൻസ് അങ്ങേയറ്റത്തെ ഒരു പേടി. സീസ്ഡ് ഹിം, ക്യാപ്ചേർഡ് ഹിം, ആരെ പിടികൂടി? യങ് സീകളിനെ പിടികൂടി. കാരണം ഇതുവരെ പറക്കാൻ കഴിയാത്ത അവൻ പാറയുടെ മുകളിൽ നിന്ന് രണ്ടും കൽപ്പിച്ച് ചാടിയിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ മനസ്സിനെ വല്ലാത്തൊരു ഭയം പിടികൂടി. ടെറർ, ഭയം. ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ, അവൻ്റെ ഹൃദയം നിശ്ചലമായി ഒരു നിമിഷത്തേക്ക്. ഹീ കുഡ് ഹിയർ നത്തിങ്, അവനൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ഒരു അവസ്ഥ ഇറ്റ് ഓൺലി എക്സിസ്റ്റഡ് ഓർ കണ്ടിന്യൂഡ് എ മൊമെൻറ്റ്. ആ ഒരു അവസ്ഥ ഒരു നിമിഷം മാത്രമാണ് നിലനിന്നത്. ദ നെക്സ്റ്റ് മൊമെൻറ്റ്, തൊട്ടടുത്ത നിമിഷം ഹീ ഫെൽറ്റ്, അവൻ അനുഭവപ്പെട്ടു ഹിസ് വിങ്സ്, അവൻ്റെ ചിറകുകൾ സ്പ്രെഡ് ഔട്ട് വേർഡ്സ്, പുറത്തേക്ക് ഇങ്ങനെ തുറക്കുന്നതായിട്ട്, വിടരുന്നതായിട്ട് അവൻ അനുഭവപ്പെട്ടു. കാരണം എന്താ? ദ വിൻഡ് റഷ്ഡ്, കാറ്റ് തള്ളി, റഷ്ഡ് മീൻസ് പുഷ്ഡ്, കാറ്റ് തള്ളി എഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ്, അവൻ്റെ അതിന് ചെസ്റ്റിലേക്ക് കാറ്റ് തട്ടി. ബ്രസ്റ്റ് ഓഫ് ഫെദേഴ്സ്, ആദ്യം താഴേക്ക് വളരെ ശക്തിയോടുകൂടി വരികയാണല്ലോ, അതുകൊണ്ട് കാറ്റെന്ത് ചെയ്തു? അവൻ്റെ ബ്രസ്റ്റ് ഫെദേഴ്സിൽ, നെഞ്ചിലുള്ള തൂവലുകളിലേക്ക് കാറ്റ് തട്ടി. ദെൻ അണ്ടർ ഹിസ് സ്റ്റമക്ക്, പിന്നെ ആ കാറ്റെന്ത് ചെയ്തു? അവൻ്റെ വയറിൻ്റെ അടുത്തേക്ക് എത്തി. ആൻഡ് എഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്, പിന്നെ അവൻ്റെ ചിറകുകളുടെ ഉള്ളിലേക്കും എന്ത് ചെയ്തു? കാറ്റ് നിറഞ്ഞു അല്ലേ. സ്വാഭാവികമായിട്ടും പാരച്യൂട്ടിൽ ചാടുന്ന സമയത്ത് കാറ്റ് നിറഞ്ഞ് പാരച്യൂട്ട് എന്താ പറയുക വിടരുന്നത് പോലെ കാറ്റ് കൊണ്ട് എന്ത് ചെയ്തു? അവൻ്റെ ചിറകുകൾ അങ്ങോട്ട് ഓപ്പണായി വിടർന്നു. ഹീ കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ്, ഇതുവരെ അവനില്ലാത്തൊരനുഭവം. ചിറകുകളുണ്ടോ ഇല്ലയോ എന്ന് പോലും അവൻ അറിയുമായിരുന്നില്ല. പക്ഷെ ഇപ്പം അവൻ അനുഭവിക്കാൻ കഴിഞ്ഞുന്ന അവൻ്റെ ചിറകുകൾ വിടർന്നു. ഹീ കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ്, അവനിപ്പോൾ ഫീൽ ചെയ്തു ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ്, അവൻ്റെ ചിറകുകളുടെ അറ്റം കട്ടിങ് ത്രൂ ദ എയർ, വായിലൂടെ കട്ട് ചെയ്ത്, വായിലൂടെ എന്താ പറയുക പാസ് ചെയ്ത് പോകുന്നതായിട്ട് അവൻ അറിയാൻ കഴിഞ്ഞു. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ് നൗ, അവനിപ്പോൾ താഴേക്ക് വീഴുകയല്ല ചെയ്യുന്നത്. ഹി വാസ് സോറിങ് ഗ്രാജ്വലി, താഴേക്ക് കടലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഹി വാസ് സോറിങ്, അവൻ പറക്കുകയായിരുന്നു. ഗ്രാജ്വലി, സോറിങ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ്, അവൻ പറക്കുകയായിരുന്നു. ഗ്രാജ്വലി, സാവധാനം അവൻ പറക്കുകയായിരുന്നു. ആദ്യം ഡൗൺ വേർഡ്സ്, ആദ്യം താഴേക്ക് പറന്നു. ആൻഡ് ഔട്ട് വേർഡ്സ്, പിന്നെ പതിയെ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്, ഇപ്പോൾ അവന് പേടിയില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി, അവനിപ്പോൾ എന്ത് മാത്രമാണ് തോന്നുന്നത്? ഒരു ചെറിയൊരു ഡിസി മീൻസ് ഫീൽ അൺബാലൻസ്ഡ് ഹെഡ് എന്നാണ് ഡിസി എന്ന് പറഞ്ഞാൽ. തലക്ക് ചെറിയ ഒരു തലചുറ്റൽ മാത്രമാണ്
അവനിപ്പോൾ അനുഭവപ്പെട്ടത്. ഹി ജസ്റ്റ് ഫെൽറ്റ്, അവന് തോന്നി, എ ബിറ്റ് ഡിസി, തലക്കെന്ന് പുതിയൊരു ഇല്ലാത്തൊരു കാര്യം അനുഭവിക്കുകയാണല്ലോ, അതുകൊണ്ട് തലക്കൊരു ചുറ്റൽ പോലെ, ഒരു അൺബാലൻസ് പോലെ അവൻ അനുഭവപ്പെട്ടു. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ്, അവന് അത്ഭുതത്തോടുകൂടി അവൻ്റെ ചിറകുകൾ ഒരു പ്രാവശ്യം കൂടി അടിച്ചു. ആൻഡ് ഹി സോഡ് അപ്വേർഡ് ആൻഡ് ഹി ഫ്ലൂ അപ്വേർഡ്, വല്ലാത്തൊരു അനുഭൂതിയോടുകൂടി എന്ത് ചെയ്തു, ഹി സോഡ് ഹി ഫ്ലൂ അപ്വേർഡ്, അവൻ മുകളിലേക്ക് പറന്നുയർന്നു. ഹി അട്ടേർഡ് എ ജോയ് സ്ക്രീം, ഹി യങ് സീകൾ അട്ടേർഡ്, യങ് സീകൾ ഉണ്ടാക്കി, എ ജോയ് സ്ക്രീം, എ ഹാപ്പി ക്രൈങ്, എ ഹാപ്പി സൗണ്ട്, സന്തോഷകരമായൊരു ശബ്ദമുണ്ടാക്കി. ആൻഡ് ഫ്ലാപ്ഡ് ദം എഗെയിൻ, വീണ്ടും അവൻ്റെ ചിറകുകൾ അവൻ അടിച്ചു. ഹി സോഡ് ഹയർ, അവൻ മുകളിലേക്ക് പറന്നുയർന്നു. ഹി റേസ്ഡ് ഹിസ് ബ്രസ്റ്റ്, വളരെ അഭിമാനത്തോടുകൂടി അവൻ്റെ ചിറകുകൾ അവൻ്റെ ചെസ്റ്റ് അവൻ ഉയർത്തി. ആൻഡ് ബാങ്ക്ഡ് എഗെയിൻസ്റ്റ് ദ വിൻഡ്, എന്നിട്ട് എന്ത് ചെയ്തു, ആൻഡ് ബാങ്ക്ഡ് എഗെയിൻസ്റ്റ് ദ വിൻഡ്, കാറ്റിനെതിരായി കൊണ്ടവൻ കുതിച്ചു. ഗ ഗ ഗ സൗണ്ടാണ്, കൗലുക. ഹിസ് മദർ സ്യൂപ്ഡ് പാസ്റ്റ് ഹിം, ഈ സമയത്ത് അവൻ്റെ അമ്മ സ്യൂപ്ഡ് പാസ്റ്റ് ഹിം, ഫ്ലൂ നിയർ ഹിം, അവൻ്റെ സമീപത്തുകൂടി, അവൻ്റെ മുകളിലൂടെ എന്ത് ചെയ്തു, അവൻ്റെ അമ്മ പറന്നുപോയി. ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്, അമ്മയുടെ ചിറകുകളെ കൊണ്ട് വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ്റെ സമീപം അവൻ്റെ അമ്മ പറന്നുപോയി. ഹി ആൻസേർഡ് ഹർ, യങ് സീകൾ അമ്മയ്ക്ക് ഉത്തരം നൽകി. വിത്ത് അനദർ സ്ക്രീം, വിത്ത് അനദർ ക്രൈങ്, വിത്ത് അനദർ സൗണ്ട്, മറ്റൊരു സൗണ്ടോടുകൂടി റീപ്ലൈ നൽകി. ശേഷം ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. ആക്ച്വലി ഇവൻ്റെ അമ്മയും അച്ഛനൊക്കെ സപ്പോർട്ട് കൊടുക്കുകയാണ്. ആദ്യം അമ്മ വന്നു അല്ലേ, ദെൻ പാരൻസ് ആർ ആക്ച്വലി എൻകറേജിങ് ഹിം, കൺഗ്രാജുലേറ്റിംഗ് ഹിം ഫോർ ഹിസ് അച്ചീവ്മെൻറ്റ്. അവൻ്റെ നേട്ടത്തിന് അഭിനന്ദിക്കുകയാണ്. ദേ ആർ സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്, പിന്നെ വന്നത് അവൻ്റെ അച്ഛൻ അവൻ്റെ മുകളിലൂടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്നുപോയി. ആ ശബ്ദമൊക്കെ എന്തിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് എ ക്രൈ ഓഫ്, ഇറ്റ്സ് എ സൗണ്ട് ഓഫ് അപ്രീസിയേഷൻ, ഇറ്റ്സ് എ സൗണ്ട് ഓഫ് കൺഗ്രാജുലേഷൻ, അഭിനന്ദനത്തിൻ്റെ ശബ്ദമാണ്. ശേഷം അവൻ കണ്ടു ഹിസ് 2 ബ്രദേഴ്സ്, അവൻ 2 സഹോദരന്മാരും, ആൻഡ് സിസ്റ്റർ സഹോദരിയും, ഫ്ലൈയിങ് അറൗണ്ട് ഹിം, അവൻ്റെ ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്നു. സോറിങ് ആൻഡ് ഡൈവിങ്, താഴേക്ക് കുതിച്ചുകൊണ്ടും മുകളിലേക്ക് ഉയർന്നുകൊണ്ടും അവൻ്റെ ചുറ്റുങ്ങനെ പറന്നിരിക്കുന്നു. ആക്ച്വലി ഹിസ് ഫാമിലി ജോയിൻഡ് ഹിം, ഹിസ് ഫാമിലി കെയിം ഹിം ബാക്ക്, അവൻ്റെ കുടുംബം വീണ്ടും അവൻ്റെ അടുത്തേക്ക് എത്തി. എന്തിനു വേണ്ടി? ടു ഗിവ് ഹിം സപ്പോർട്ട്, ടു കൺഗ്രാജുലേറ്റ് ഹിം, അവനെ അഭിനന്ദിക്കാനൊക്കെ. ഹി വാസ് നിയർ ദ സീ നൗ, യങ് സീകൾ റീച്ച്ഡ് ദ സീ. ഇതുവരെ അവൻ പേടിയായിരുന്നല്ലേ, തുടക്കത്തിൽ നമ്മൾ കണ്ടു. താഴെ നോക്കിക്കഴിഞ്ഞാൽ അവൻ പേടിയാണ് അല്ലേ, കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന കടൽ അവന് കാണുമ്പോഴത്തേന് ഭയമായിരുന്നു. പക്ഷേ നൗ ഹി റീച്ച്ഡ് ദ സീ. ഇപ്പോൾ കടലിൻ്റെ സമീപം അവൻ എത്തിയിട്ടുണ്ട്. ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്, ആ കടലിൻ്റെ മുകളിലൂടെ നേരെ അവൻ പറന്നുകൊണ്ടിരിക്കുക. ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ, വളരെ ധൈര്യത്തോടുകൂടി ആ ഒരു ഓഷ്യൻ, ആ ഒരു സമുദ്രത്തെ ഫേസ് ചെയ്തുകൊണ്ട് തന്നെ അവൻ കടലിലൂടെ നേരെ പറന്നുകൊണ്ടിരിക്കുന്നു. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം, അവൻ കണ്ടു വാസ്റ്റ് ഗ്രീൻ, വൈഡ് ഗ്രീൻ സീ, വിശാലമായ പച്ച കടൽ അവൻ കണ്ടു. ബിനീത്ത് ഹിം, അവൻ്റെ തൊട്ട് താഴെയായിട്ട്. വിത്ത് ലിറ്റിൽ റിജസ്, വിത്ത് ലിറ്റിൽ വേവ്സ്, ചെറിയ തിരമാലകൾ മൂവിങ് ഓവർ ഇറ്റ്സ്, അതിന് മുകളിലൂടെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വൈസ്, അവൻ്റെ ചുണ്ടുകൾ സൈഡിലേക്ക് 2 ഭാഗത്തേക്കും തിരിച്ചു. ആൻഡ് ക്രൗഡ് അമ്യൂസ്ഡ്ലി, എന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടി അവൻ ശബ്ദമുണ്ടാക്കി. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ്, അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പാരൻസും അവൻ്റെ ബ്രദേഴ്സും അവൻ്റെ സിസ്റ്ററൊക്കെ ഹാഡ് ലാൻഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, അവൻ്റെ മുമ്പിലുള്ള ആ ഗ്രീൻ ഫ്ലോറിൽ, ഉദ്ദേശിക്കുന്നത് ഗ്രീൻ സീ, ആ കടലിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ വർ ബെക്കനിങ്, അവരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ദേ വർ കോളിങ് ടു ഹിം, അവരെല്ലാവരും അവൻ്റെ മാടി വിളിക്കുന്ന. ബെക്കനിങ് എന്ന് പറഞ്ഞാൽ ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ മാടി വിളിക്കുക എന്നൊക്കെ കേട്ടില്ലേ, വിരലുകളെ കൊണ്ടിങ്ങനെ. അവർ ആക്ച്വലി ദേ വർ കോളിങ്, അവരൊക്കെ ഇങ്ങനെ ഇവരെ വിളിക്കുന്നുണ്ടാരെ, യങ് സീകളിനെ വിളിക്കുന്നുണ്ട്. കോളിങ് ശ്രില്ലി, കോളിങ് ലൗഡ്ലി, അവനോട് ഇങ്ങനെ പറയാം, കടലിലേക്ക് വാ, വെള്ളത്തിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ പാരൻസ്, ഇവൻ്റെ ബ്രദേഴ്സ്, ഇവൻ്റെ സിസ്റ്ററൊക്കെ വിളിക്കുന്നുണ്ട്. ഓൾ ഓഫ് ദം ആർ ഗിവിങ് സപ്പോർട്ട്, എല്ലാ ആളുകളും അവൻ്റെ കുടുംബം മുഴുവനും അവന് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഹീ ഡ്രോപ്ഡ്, അങ്ങനെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ വെൻ ഹോൾ ഫാമിലി ഫോഴ്സ്ഡ് ഹിം ടു ഡ്രോപ്പ്, അല്ലെങ്കിൽ ടു ലാൻഡ് ഓൺ ദ സീ, കടലിലേക്ക് ലാൻഡ് ചെയ്യണമെന്ന് നിർബന്ധിച്ചപ്പോൾ ഹീ ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ്, അവൻ കാലുകൾ താഴേക്ക് വെച്ചു.
ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ, ആ കടലിൽ വെള്ളത്തിൽ നിൽക്കാൻ വേണ്ടി. ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ്, അവൻ്റെ കാലുകൾ വെള്ളത്തിലേക്ക് മുങ്ങി. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ബിക്കോസ് ഇറ്റ് വാസ് എ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. ഇതുവരെ അവൻ വെള്ളത്തിൽ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ വെള്ളം പെട്ടെന്ന് ശരീരത്തിലേറ്റപ്പോൾ ഹി ഹാഡ് ആൻ എക്സ്പീരിയൻസ്, ഒരു ഭയം, പേടിയൊക്കെ ഉണ്ടായി അല്ലേ. അതുകൊണ്ട് ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ്, ഭയം കൊണ്ട് അവൻ കരഞ്ഞു. ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ, ആ വെള്ളത്തിൽ നിന്ന് കാലുകൾ ഉയർത്താൻ വീണ്ടും ശ്രമിച്ചു. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്, തൻ്റെ ചിറകുകൾ അടിച്ചുകൊണ്ട്. ബട്ട് പക്ഷേ ഹി വാസ് ടയേർഡ്, അവൻ ക്ഷീണിതനായിരുന്നു. ആൻഡ് വീക്ക്, അവൻ ഫിസിക്കലി ദുർബലനായിരുന്നു, വീക്കായിരുന്നു. എങ്ങനെ? വിത്ത് ഹങ്കർ, വിശപ്പ് കൊണ്ട്. അപ്പോൾ വിശപ്പ്, ഇതുവരെ അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരുപാട് മണിക്കൂറുകളായി ഭക്ഷണം കഴിച്ചിട്ട്. മാത്രമല്ല ആദ്യമായിട്ട് അവൻ പറന്നു. ആ ഒരു ത്രില്ലിൽ അവൻ ആകാശത്തിലൂടെ ഒരുപാട് നേരം എന്ത് ചെയ്തു? അവൻ പറന്നു. അതുകൊണ്ട് ആക്ച്വലി ഹി വാസ് ടോട്ടലി ടയേർഡ്, ഫിസിക്കലി ടയേർഡാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് വെച്ച കാല് അവന് ഉയരാൻ കഴിഞ്ഞില്ല. ഓക്കെ. ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്, അവന് ഉയരാൻ കഴിഞ്ഞില്ല. എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ്. എക്സോസ്റ്റഡ് മീൻസ് ടയേർഡ്. എക്സോസ്റ്റഡ് പ്രൊനൗൺസിയേഷൻ ഈസ് എക്സോസ്റ്റഡ്. എക്സോസ്റ്റഡ് മീൻസ് ടയേർഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ്, ആ അപരിചിതമായ ആ ഒരു എക്സസൈസ് കൊണ്ട്. ഇവിടെ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലൈയിങ് ആണ് അല്ലേ. ഇവനെ സംബന്ധിച്ചിടത്തോളം, യങ് സീഗിളിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് ടു ഫ്ലൈ. ടു ഹിം ഫ്ലൈയിങ് വാസ് എ സ്ട്രേഞ്ച് എക്സ്പീരിയൻസ്. യങ് സീഗിളിനെ സംബന്ധിച്ചിടത്തോളം പറക്കുക എന്നുള്ളത് ഒരു അപരിചിതമായ അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ആ ഒരു എക്സസൈസ് കൊണ്ട്, ആ പറക്കൽ കൊണ്ട് അവൻ പൂർണ്ണമായിട്ടും ക്ഷീണിതനായ അവന് വെള്ളത്തിൽ നിന്ന് ഉയരാൻ കഴിഞ്ഞില്ല. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ, ആ വെള്ളത്തിലേക്ക് അവൻ്റെ കാൽപാദങ്ങൾ മുങ്ങിപ്പോയി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ്, അതിനുശേഷം അവൻ്റെ വയറ്, സ്റ്റൊമക്ക് ആ വെള്ളത്തിൽ സ്പർശിച്ചു. ഹീ സാഗ്ഡ് നോ ഫാദർ, പിന്നീട് അവൻ താഴേക്ക് മുങ്ങിയില്ല. കാരണം നമ്മൾ പക്ഷികളൊക്കെ കണ്ടിട്ടില്ലേ, കോഴികളൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളത്തിൽ കാലുകൾ മുങ്ങിപ്പോകും. താറാവിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വയറ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വെള്ളത്തിൽ തട്ടുള്ളൂ. പിന്നെ എന്ത് ചെയ്യും? ദേ ക്യാൻ സ്വിം ഇൻ ദ വാട്ടർ, വെള്ളത്തിൽ ഇങ്ങനെ നീന്താൻ കഴിയും. അതുപോലെ കാലുകൾ വെള്ളത്തിലേക്ക് മുങ്ങി, പിന്നെ അവൻ്റെ വയറ് സ്പർശിച്ചു, വെള്ളത്തിൽ തട്ടി, അതിനുശേഷം അവൻ താഴേക്ക് പോയില്ല. He was floating on it. He was floating means he was flying, he was swimming on the water. വെള്ളത്തിൽ ഇങ്ങനെ അവൻ ഒഴുകുകയായിരുന്നു, അവൻ നീന്തുകയായിരുന്നു. And around him his family was screaming, praising him. And അവൻ്റെ കുടുംബം, അവന് ചുറ്റും അവൻ്റെ കുടുംബം was screaming, was making sounds of joy, sounds of happiness, sounds of support, പിന്തുണയുടെ, സന്തോഷത്തിൻ്റെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട്. And praising him, അവനെ പുകഴ്ത്തിക്കൊണ്ട്, കൺഗ്രാറ്റുലേറ്റ് ഹിം, അവനെ അഭിനന്ദിച്ചുകൊണ്ട് അവൻ്റെ കുടുംബം മുഴുവനും അവനൊപ്പം ഉണ്ടായിരുന്നു. എപ്പോഴാണ് അവൻ്റെ കുടുംബം വന്നത്? വെൻ ഹീ ബിക്കം സെൽഫ് റിലയൻറ്റ്, അവൻ സ്വയം പര്യാപ്തനായപ്പോൾ മാത്രമാണ് അവൻ്റെ കുടുംബം അവനോടൊപ്പം വന്നു ചേർന്നത് അല്ലേ. ദിസ് സ്റ്റോറി ഗിവ്സ് us a great message that one day we should be self-reliant in our life. ഒരു ദിവസം നമ്മൾ ജീവിതത്തിൽ എന്തായിരിക്കണം? സ്വയം പര്യാപ്തരായിരിക്കണം. അതിനുള്ള സപ്പോർട്ടൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ പാരൻസ് നമുക്ക് തരും. പക്ഷേ ആ സപ്പോർട്ടൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം പര്യാപ്തരാവണം. അല്ല എങ്കിൽ നമ്മൾ ആർക്കും വേണ്ടി വരില്ല. ഓക്കെ. ആൻഡ് ദ ബീക്സ്, അവരുടെ ചുണ്ടുകൾ വേർ ഓഫറിങ് ഹിം, അവന് വാഗ്ദാനം ചെയ്യുന്നുണ്ടായിരുന്നു, ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷിൻ്റെ, ഷാർക്കിൻ്റെ, ഡോഗ് ഫിഷ് എന്ന ഷാർക്ക്, സ്രാവ്, അതിൻ്റെ കഷ്ണങ്ങൾ അവന് വേണ്ടിയിട്ട് ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് എന്താ കാരണം? ഹീ ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ആദ്യത്തെ പറക്കൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഹീ മെയ്ഡ് എ ബിഗ് അച്ചീവ്മെൻറ്റ് ഇൻ ഹിസ് ലൈഫ്, അവൻ്റെ ജീവിതത്തിൽ വലിയൊരു നേട്ടം അവനുണ്ടാക്കി. ഇൻ ഷോർട്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ യങ് സീഗൾ became self-reliant in his life. He became independent in his life. Okay, thank you.